ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ശ്രദ്ധേയമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു സമകാലീന പ്രബോധകനാണ് പ്രൊഫസർ അബ്ദുദ്ദായിം അൽ കഹീൽ. അദ്ദേഹത്തിൻ്റെ ഒരു ആലോചന കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ ശ്രദ്ധേയമായി തോന്നി. നമ്മുടെ നമസ്കാരത്തിന് വേണ്ടി വിളംബരം അൽ അദാൻ 5 നേരങ്ങളിലായി പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുന്നു. നാം അത് കേൾക്കുന്നു. എന്നാൽ പരിശുദ്ധ ദീനിന്റെ ഓരോ നീക്കങ്ങളും ചലനങ്ങളും അമാനുഷികത നിറഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളിലും റബ്ബാനിയായ അല്ലാഹു തആല സംവിധാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ അകത്തളങ്ങളിലേക്ക് ചെല്ലുന്തോറും അത്ഭുതങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. അൽ അദാൻ 5 നേരം മുഴങ്ങുന്ന ബാങ്കുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. 5 നേരങ്ങളിലായി നാം ആ ബാങ്ക് കേൾക്കുമ്പോൾ ഒരു ബാങ്കില് നമുക്കറിയാം അല്ലാഹു അക്ബർ എന്നാരംഭിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിടത്ത് അവസാനിക്കുന്നു. നമുക്കറിയാം നമസ്കാരം 5 നേരമാണ് ഫർളുള്ളത്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലൈലത്തുൽ മിഅ്റാജിൽ നിയമമായി സംവിധാനിക്കപ്പെട്ടപ്പോൾ 50 നേരത്തെ നമസ്കാരമായിരുന്നു. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിന്റെ ഇടപെടലിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അള്ളാഹുവിനോട് അപേക്ഷിച്ചപ്പോൾ 5 നേരത്തെ ഫർളായി ലഘുവായി ചുരുക്കപ്പെടുകയായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 5 നേരത്തെ നമസ്കാരമാണ് നിങ്ങൾ നിർവഹിക്കുന്നതെങ്കിലും 50 നമസ്കാരത്തിന്റെ മഹത്വം അല്ലാഹു തആല നിങ്ങൾക്ക് സമ്മാനിക്കും. അള്ളാഹുവിന്റെ കാരുണ്യമാണ്. എന്നാൽ 5 നേരം നാം കേൾക്കുന്ന ബാങ്കിന്റെ എല്ലാ പ്രയോഗങ്ങളും ഒരുമിച്ച് കൂട്ടി നാം പരിശോധിച്ചാൽ അതിൽ 50 പദങ്ങളാണുള്ളത്. കൃത്യമായി എണ്ണി നോക്കുക, പരിശോധിക്കുക. അല്ലാഹ് 1, അക്ബർ 2, വീണ്ടും അല്ലാഹ് 3, അക്ബർ 4. ഇങ്ങനെ ഓരോ പദപ്രയോഗങ്ങളുടെയും എണ്ണം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ 50 പദപ്രയോഗങ്ങളിലാണ് പരിശുദ്ധമായ അൽ അദാൻ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. അതെ, 50 നേരത്തെ നമസ്കാരം നിയമമായിട്ടുള്ളത് 5 നേരമായി അല്ലാഹു തആല ലഘുവാക്കി തന്നതാണ്. ബാങ്കൊലിയിലൂടെ മുഴങ്ങുന്ന പദപ്രയോഗങ്ങൾ 50 കൃത്യമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുക. അതുപോലെ ബാങ്കിന്റെ പദപ്രയോഗങ്ങളിൽ വിസ്മയമുള്ള മറ്റൊരു കാര്യം 5 നേരത്തെ നമസ്കാരമാണ്. അത് 17 റക്അത്താണ്. അൽ ഫജ്ർ 2, അൽ ളുഹ്ർ 4, അൽ അസ്ർ 4, അൽ മഗ്രിബ് 3, അൽ ഇശാ 4. ആകെ 17 റക്അത്താണ്. എന്നാൽ അൽ അദാൻ പദപ്രയോഗങ്ങളിൽ ആകെ ഉപയോഗിച്ചിരിക്കുന്ന അറബി അക്ഷരങ്ങൾ അൽ ഹുറൂഫുൽ ഹിജായിയ കൃത്യമായി 17 അക്ഷരങ്ങളെ മാത്രമാണ് ബാങ്കിലേക്ക് എടുത്തിട്ടുള്ളത്. കൃത്യമായി നമുക്ക് എണ്ണി പരിശോധിക്കാം. അത് അലിഫ്, ലാം, ഹാ, കാഫ്, ബാ, റാ, ഷീൻ, ദാല്, നൂന്, മീം, ഹാ, സീൻ, വാവ്, യാ, ഐൻ, സ്വാദ്, ഫ. കൃത്യമായി 17 അക്ഷരങ്ങളിലാണ് 17 റക്അത്തിന്റെ പ്രതീകമായി ബാങ്കിനെ നിശ്ചയിച്ചിട്ടുള്ളത്. വിസ്മയം തന്നെയാണത്. അതുപോലെ മറ്റൊരു വിസ്മയമാണ്, നമസ്കാരം നിയമമാക്കപ്പെട്ടത് മിഅ്റാജിന്റെ രാവിലാണ്. പരിശുദ്ധ ഖുർആനിൽ അതിന്റെ പരാമർശം സൂറത്തുൽ ഇസ്രായിലാണുള്ളത്. പരിശുദ്ധ ഖുർആനിലെ സൂറകളുടെ അധ്യായങ്ങളുടെ ക്രമം പരിശോധിച്ചാൽ 17ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഇസ്രാ. 5 നേരത്തെ നമസ്കാരം 17 റക്അത്താണ്. ആ 17ാം സ്ഥാനത്താണ് സൂറത്തുൽ ഇസ്രാ പരിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നത്. ഏറ്റവും കൗതുകമുള്ള മറ്റൊരു വിഷയം, നാമമന്ത്രം മുഴക്കുന്നതാണ് ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ ഏകോപിച്ചു പറഞ്ഞത് ഏറ്റവും മഹത്വപൂർണമായ പരിശുദ്ധമായ കർമ്മം. നാമമന്ത്രം അല്ലാഹ് എന്ന വിശുദ്ധമായ ഇസ്മാണ്. അതാണ് ഗുണിനാമം. മറ്റതെല്ലാം ഗുണനാമങ്ങളാണ്. ഇവിടെ ബാങ്കൊലിയിൽ തുടങ്ങുന്നത് അല്ലാഹ് എന്ന പ്രയോഗം കൊണ്ടാണെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതും അല്ലാഹ് എന്ന വിശുദ്ധ നാമമന്ത്രത്തിലാണ്.
ലോകത്തുടനീളം ലക്ഷോപലക്ഷം മിനാരങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലാകമാനം മുഴങ്ങിക്കേൾക്കുന്ന പരിശുദ്ധമായ മന്ത്രങ്ങൾ അൽ അദാനിലൂടെ അള്ളാഹ് എന്ന പദപ്രയോഗത്തിൽ നിന്ന് തുടങ്ങുന്നു. അവസാനിക്കുമ്പോഴും അള്ളാഹ് എന്ന പ്രയോഗം തന്നെ. അള്ളാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ബാങ്കൊലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബാങ്കിന്റെ അവസാനത്തെ പദവും അള്ളാഹ് എന്ന് തന്നെയാണ്. അൽ അദാനിൽ ബാങ്കിന്റെ പദപ്രയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച പദവും അള്ളാഹ് എന്ന പരിശുദ്ധ പദമാണ്. അത് ബാങ്കിലുടനീളം 11 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. 11 എന്നത് ഏകത്വത്തിന്റെ പ്രതീകമാണ്. എല്ലാ അർത്ഥത്തിലും പ്രയോഗങ്ങൾ, അക്ഷരങ്ങൾ, വിസ്മയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതാണ് നാം എന്നും എപ്പോഴും കേൾക്കുന്ന അൽ അദാൻ എന്ന് തിരിച്ചറിയുമ്പോൾ അല്ലാഹു തആല അവന്റെ പരിശുദ്ധ ദീനിനെയും അതിന്റെ ഓരോ ചലനങ്ങളെയും സംവിധാനിച്ചിട്ടുള്ളത് അമാനുഷികമായ രീതിയിലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാനേ നമുക്കെപ്പോഴും സാധിക്കുന്നുള്ളൂ.